നമ്മുടെ കൊച്ചു കേരളത്തിൽ ആത്മഹത്യകളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ. കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2023 റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത്. ഇതനുസരിച്ച് രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പട്ടിക വിഭാഗങ്ങൾക്കും എതിരെ ഉള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായാണ് കാണുന്നത്. ആത്മഹത്യാ നിരക്കിൽ കേരളം രാജ്യത്ത് 3-ാം സ്ഥാനത്താണ്. അതിൽ തന്നെ തൊഴിലില്ലാത്ത യുവാക്കൾ ജീവനൊടുക്കുന്നതിൽ കേരളം ഒന്നാമതാണ്. 2021 26.9 എന്ന നിരക്കുമായി 5-ാം സ്ഥാനത്തായിരുന്നു കേരളം. ദേശീയ നില അന്ന് 12 ആയിരുന്നു. 2022 ദേശീയ നില 12.4 ആയപ്പോൾ കേരളത്തിൻ്റേത് 28.5 ആയി ഉയർന്നു. 2022 അപേക്ഷിച്ച് ഇത്തരം അതിക്രമങ്ങളിൽ രാജ്യത്ത് തന്നെ 0.7% വർധനവുണ്ട്. 2023 4.48 ലക്ഷം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 30% കേസുകളും ഭർത്താവിൻ്റെയോ ബന്ധുക്കളുടെയോ ആക്രമണങ്ങളുടെ പേരിലാണ്. 15% പോക്സോ കേസുമുണ്ട്. മധ്യവർഗ കുടുംബങ്ങളിലെ വീടുകൾക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് എന്നത് ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഗവേഷണം നടത്തുന്ന വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന വനിതകളാണ് കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സാമ്പത്തികമായി ശക്തി ആർജിക്കുന്നതിലൂടെ മാത്രമേ ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് ആത്യന്തികമായി സ്ത്രീകൾക്ക് വിമോചിതരാകാൻ കഴിയൂ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളും ആത്മഹത്യാ നിരക്കും വർദ്ധിക്കുന്നത് തടയാൻ കേരളം സത്വര നടപടികൾ സ്വീകരിക്കാൻ വേണ്ട ആസൂത്രണം തുടങ്ങേണ്ടതാണ്. കേരള പ്രണാമം ചിന്താശകലങ്ങൾ.